സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. അനൂജ് അഗ്നിഹോത്രിക്ക് 1ാം റാങ്ക് ലഭിച്ചു. രാജേശ്വരി സുവേക്കന് 2ാം റാങ്ക്. മലയാളിയായ ശ്രുതി ആറിന് 18ാം റാങ്കും. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജയ്ക്ക് 57ാം റാങ്കും. കോഴിക്കോട് സ്വദേശി അജയ് ആർ രാജന് 109ാം റാങ്കും ലഭിച്ചു. വിശദാംശങ്ങളുമായി ഫെമിന. അഭിമാനകരമായ നേട്ടങ്ങൾ മലയാളികൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സിവിൽ സർവീസ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സിവിൽ സർവീസ് ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളും സിവിൽ സർവീസ് റിസൾട്ടിൽ നിന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലയാളിയായ ശ്രുതി ആറിന് 18ാം റാങ്കും. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജയ്ക്ക് 57ാം റാങ്കും. കോഴിക്കോട് സ്വദേശി അജയ് ആർ രാജന് 109ാം റാങ്കും ലഭിച്ചു. ആദ്യ 100-ൽ 2 മലയാളികൾ ഇടം പിടിച്ചു. 2 മലയാളികളെ ഇടം പിടിച്ചു എന്നുള്ളതും മറ്റൊരു ചോദ്യം. 2 മലയാളികൾ ഇടം പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഫെമിന വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, ഏത് രീതിയിലാണ് മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള നേട്ടങ്ങൾ ഈ സിവിൽ സർവീസ് ഫലങ്ങളിലുള്ളത്? IPS, IAS, IFS 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ 50 റാങ്കിൽ ഒരു മലയാളിയാണ് ഇടം പിടിച്ചത്. ആർ ശ്രുതിയാണ് 18ാം റാങ്ക് കരസ്ഥമാക്കിയത്. 57ാം റാങ്ക് ശ്രീജയ്ക്ക് 57ാം റാങ്കും. അതുപോലെ തന്നെ ആദ്യ 150 റാങ്കുകളിൽ 6 മലയാളികളാണ് വന്നിരിക്കുന്നത്. ബി ഗോപികയ്ക്ക് 105ാം റാങ്കും. അജയ് ആർ രാജിന് 109ാം റാങ്കും. അതുപോലെ തന്നെ VS ശ്രീലക്ഷ്മിക്ക് 133ാം റാങ്കും. DK സൂര്യ 162 റാങ്കും നേടി. ആദ്യ 150 റാങ്കുകളിൽ എത്തിയ മലയാളികൾ ഇവരാണ്. ഈ IAS, IPS വിഭാഗങ്ങളിലായി 958 പേരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ അന്തിമ പട്ടികയിൽ യോഗ്യത നേടിയത്. അതിൽ 180 പേർ IAS-നും 55 പേർ IFS-നും 150 പേർ IPS-നുമാണ് യോഗ്യത നേടിയത്. ഫെമിനയാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.